നമസ്കാരം എല്ലാവർക്കും. ഒന്ന് ലൈവിൽ വരണം തോന്നി, കാരണം രാവിലെ ചെറിയൊരു വീഡിയോ ചെയ്തത് മാത്രമേ ഉള്ളൂ. അത് പെട്ടെന്ന് ഇങ്ങനെ ആ ഒരു ടെൻഷനിൽ ഒരു ചെറുത് ചെയ്തു വെച്ചാൽ കുറേ കാര്യങ്ങൾ പറയണം തോന്നി നിങ്ങളോട്. കാരണം എവിടെ നമ്മുടെ സയ്യിദ് മസൂദ്, എവിടെ അബ്രഹാം ഖുറേഷി സയ്യിദ് മസൂദിനെ രക്ഷിക്കണ പട്ടാളക്കാർക്ക് വരെ ചാടി ആക്രമിക്കുന്ന മതേതരനായ 5 നേരം നിസ്കരിക്കുന്ന സയ്യിദ് മസൂദും വലിയ മഹാനടന്മാരെയൊന്നും ഇവന്മാരെയൊന്നും പ്രസ്താവനകളോ മെഴുകുതിരി കത്തിക്കലോ ഒന്നും നമ്മൾ കാണുന്നില്ലല്ലോ. എന്താണ് ഇതാണ് പറഞ്ഞത്. സിനിമയുടെ എന്താണ് വാർത്താ സ്വാതന്ത്ര്യം, മീഡിയ സ്വാതന്ത്ര്യം എല്ലാം വിളിച്ചിവർ സ്വാതന്ത്ര്യം ഉണ്ടാക്കിയ ഇതിനൊക്കെ തന്നെയാണ്. ഈ ദിവസങ്ങളിൽ ഇതെല്ലാം പിക്ചറൈസ് ചെയ്ത് ഇതെല്ലാം ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇതുപോലുള്ള ആൾക്കാരെ കരങ്ങളുണ്ടാവും. എല്ലാ തീവ്രവാദികളും ആദ്യം തന്നെ തരുന്ന മുന്നറിയിപ്പാണ് ഇത് പലതിലൂടെ. ഇതുകൊണ്ടൊക്കെയാണ് ഇതുപോലുള്ള സിനിമകൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കരുതു ഒക്കെ പറഞ്ഞത്. ഇന്നൊക്കെ മെഴുകുതിരി കത്തിക്കാനോ പ്രസ്താവന ഇറക്കാനോ പണ്ഡിതന്മാരോ ഇവരൊക്കെ സപ്പോർട്ട് ചെയ്ത സുഡാപ്പികളോ ഒന്നും തന്നെ ഇല്ല അല്ലേ. ഒരു രാജ്യത്തിന്റെ കണ്ണീരാഴ്ത്തുമ്പോൾ ഇപ്പോഴും അത് ന്യായീകരിക്കാൻ വരുന്ന ന്യായീകരണ തൊഴിലാളികളോട് എന്താ നമ്മൾ പറയുക? ഒരു രാജ്യത്തെ ജനങ്ങൾ അധിനിവേശം മതങ്ങളെ സ്വീകരിച്ച ഒരു രാജ്യത്ത് ഭാരതം എന്നൊരു നല്ല രാഷ്ട്രത്തിനോടാണ് ഈ ചെയ്യണമെന്നുള്ള ഓർക്കാതെ രാജ്യത്ത് എങ്ങനെയൊക്കെ ഉണ്ടാവും. കാരണം എക്കാലത്തും ഭാരതമായിരുന്നു ഈ അധിനിവേശക്കാര് എബ്രഹാമിക് റിലീജിയൻസിൻ്റെയും ഒക്കെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ലോകത്തിൽ ഭാരതമായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഓരോ ഭാരതീയനും അത് ഓർമ്മ വേണം. നമ്മൾ എത്രമാത്രം അഭിമാനി ഉള്ളവരാണ് ഈ നാട്ടിൽ. ഈ നാട് എത്രമാത്രം സുന്ദരമാണ്. ഇന്നലെ അമിത്ഷാ അവിടെ ഇറങ്ങിയപ്പോൾ വെടിയേറ്റ ആൾക്കാരുടെ കുടുംബാംഗങ്ങൾ ചോദിച്ചത്, ലോകത്തിന്റെ പർദീസയായിരുന്ന ഈ വാലിയിൽ നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്തില്ല? ഒരു ഹോം മിനിസ്റ്റർക്ക് ഉത്തരമില്ലാത്ത ചോദ്യങ്ങളാണ് ജനങ്ങൾ ചോദിച്ചത്. കാരണം രാജ്യത്തെ അവരെ മതം ചോദിച്ച് അവരെ മുമ്പിൽ വെച്ച് ഒരു ഇഞ്ച് ദൂരത്തുനിന്ന് പിസ്റ്റൾ കൊണ്ട് ഷൂട്ട് ചെയ്ത് ജീവിതം തീർത്ത്. അവിടെയുള്ള ഹിന്ദുക്കൾക്ക് ബാങ്ക് വിളിക്കാൻ അറിയില്ല. ബാങ്ക് വിളിക്കാൻ അറിയില്ല ഹിന്ദുവാണോ മുസ്ലിമാണോ എന്നിട്ടാ ചോദിക്കുന്നത്. ബാങ്ക് അവർ പറയുന്നത് ഇസ്ലാമിക് വേഴ്സസ് പറയാൻ പറഞ്ഞു. അത്രേ ഇവർക്ക് അറിയുള്ളൂ. ഇവരിതൊന്നും പഠിച്ചിട്ടില്ലല്ലോ. ഇതിലെന്താ പറഞ്ഞത്? ബാങ്ക് എന്നൊന്നും പറഞ്ഞ അസാൻ എന്നൊക്കെ പറയുമ്പോൾ അറിയാം. ബാങ്ക് വിളിക്കാൻ പറഞ്ഞപ്പോൾ അത് പറ്റിയില്ലാത്തോണ്ടാണ് ഒരു പെൺകുട്ടീൻ്റെ അച്ഛനെയും അങ്കിളിനെയും കൊന്നത്. അപ്പൊ നമ്മൾ എന്താ പറയണേ? ഈ മതേതരക്കാര് എന്ത് മതേതരാണ് നമ്മളെ നാട്ടിൽ സംസാരിക്കണേ? ഇവർക്കൊന്നും പറയാനില്ല. കാശ്മീരിൽ പോയി ഒരു പെണ്ണ് ഒരു സ്ത്രീ, ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ 25 വർഷം മുമ്പ് വിധവയായ ഒരു സ്ത്രീ ഐസിൽ കളിച്ചപ്പോൾ അതിന് പ്രസ്താവന ഇറക്കാൻ വന്ന പണ്ഡിതനൊക്കെ എവിടെ? ആ പണ്ഡിതനെ സപ്പോർട്ട് ചെയ്ത മഹാപണ്ഡിതന്മാരെവിടെ? ഇതിന് വരെ അവർ ശബ്ദം ഉയർത്തു. ഇന്ന് കാശ്മീരിൽ ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായിട്ട് കാശ്മീർ ജനതയ്ക്ക് വേണ്ടി, കാശ്മീരിന് വേണ്ടി, അവിടെ മരിച്ചവർക്ക് വേണ്ടി ഇന്ന് ലോകം മുഴുവനും ഭാരതത്തിനോടൊപ്പം നിൽക്കുമ്പോൾ കേരളത്തിലെ കുറച്ച് ആൾക്കാർക്ക് മാത്രം ഇതിനൊന്നും വരാതെ എബ്രഹാം ഖുറേഷിക്കും സെയ്ദ് മസൂദിനും ഒക്കെ കൂടെ നിൽക്കുക എന്ന് പറയുമ്പോൾ അവരെന്നെ ഏറ്റെടുത്തല്ലോ. TRF എന്ന് പറഞ്ഞ സംഘടന ഞങ്ങളാ ചെയ്തത് പറഞ്ഞ് ഏറ്റെടുത്തു. ഇതൊക്കെ ചെയ്യിപ്പിച്ചിട്ടും പറഞ്ഞിട്ടും ഇതിനെ ന്യായീകരിക്കാൻ ഇവരുണ്ടാക്കിയ ലേഖനങ്ങൾ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്യുക ഇതിൽ വന്നിട്ട് ഫേസ്ബുക്കിൽ. ഇതുകൊണ്ടാണ് നടന്നത്. ഇന്ത്യ ഗവൺമെന്റിന് എന്താണ് വേണ്ടത്? ഇന്ന് ഞാനൊക്കെ ഉണ്ടായിരുന്ന പല ഗ്രൂപ്പിൽ നിന്ന്, പ്രത്യേകിച്ച് നമ്മളെ സുഹൃത്തുക്കൾ, അവിടെ വരെ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇന്ത്യ ഒരു മോശപ്പെട്ട രാജ്യം. സ്വന്തം രാജ്യത്തിരുന്ന് സ്വന്തം രാജ്യത്തിനെ തെറി പറയുന്ന ജനങ്ങളിലുള്ള ഒരു ലോകമാണ്. അതാണ് നമ്മളെ പറ്റി വിദേശീയർ പറയുക. നിങ്ങളെ സ്വന്തം രാജ്യത്തിന് രാഹുൽ ഗാന്ധി എന്ന പ്രതിഭയോട് ലോകരാഷ്ട്രങ്ങൾ അതാ ചോദിക്കുന്നത്. നിങ്ങളെ രാഷ്ട്രത്തിന് നിങ്ങൾ അമേരിക്കയിൽ ലണ്ടനിൽ വന്ന് കുറ്റം പറയണ നിങ്ങൾ എന്ത് നേതാവാന്നാണ് അയാളോട് ചോദിച്ചത്. ഇതെല്ലാം ഇവർ ആദ്യമേ എഴുതി വെച്ച കുറേ ടാർജറ്റിന്റെ ഒരു മുന്നോടിയായിട്ട് നമ്മൾ വായിച്ച് ആയതാണ്. അപ്പോൾ ഇന്നലെ നമ്മുടെ പ്രധാനമന്ത്രി സൗദി അറേബ്യയിലെത്തി. ആകാശ അകമ്പടിയോടെയും
സ്വീകരണവും 42 വർഷത്തിന് ശേഷം ഒരു പ്രധാനമന്ത്രി സൗദി അറേബ്യ സന്ദർശിക്കുക, പ്രധാന ചില കരാറുകൾ ഒപ്പുവെക്കാണ്ടായിരുന്നു. അതിനൊന്നല്ല അവർ സമ്മതിച്ചോ? ഇല്ല. ഇതിൻ്റെയൊക്കെ നഷ്ടം ഈ സുഡാപ്പികൾ കൂടി ഉണ്ട് എന്നുള്ളത് ഓർത്തോണം. കാരണം ഇത്രയും വലിയൊരു മുഹൂർത്തമായിരുന്നു ഇന്നലെ പ്രധാനമന്ത്രി സൗദി അറേബ്യൻ രാജാവിൻ്റെ ക്ഷണം സ്വീകരിച്ച് ആ നാട്ടിലെത്തി. അത് തകർക്കുക. പിന്നെ കഴിഞ്ഞ ദിവസം കശ്മീർ എന്ന് പറഞ്ഞാൽ അവരുടെ കഴുത്തിലെ ഞരമ്പാണെന്ന് പറഞ്ഞത് ആര്? പാകിസ്ഥാൻ ഡിഫൻസ് തലവൻ പറഞ്ഞ്, ഡിഫൻസ് ഹെഡ് പറഞ്ഞ് കശ്മീർ അവരുടെ. അപ്പോൾ അതുകൊണ്ട് ഇസ്ലാം നിങ്ങൾ ഈ തലമുറക്ക് പറഞ്ഞു കൊടുക്കുക, കശ്മീരിനെ തിരിച്ചു പിടിക്കുക എന്നാണ് പ്രവാസികളായിട്ടുള്ള അവരുടെ പാകിസ്ഥാൻ പ്രവാസ ലോകത്തുള്ളവർക്ക് ആഹ്വാനം ചെയ്ത്. ഒന്നത് ഈ 2-3 ദിവസങ്ങളായിട്ട് ഒരുപാട് സംഗതികൾ നമ്മൾ കണ്ടുവരുന്നു. അത് തീർച്ചയായിട്ടും അതൊക്കെ ഒരു സൂചനയായിരുന്നു. എവിടെ നമുക്ക് എത്ര പഴിച്ചു ഇതുപോലുള്ള ഈ ശത്രുക്കളെ നമുക്ക് എത്രയായാലും കണ്ടുപിടിക്കാന്നുള്ളത് നമ്മൾ കണ്ടല്ലേ. ഏത് യുദ്ധങ്ങളിലും പ്രശ്നങ്ങളിലും വരുമ്പോൾ ഇതുപോലുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാനും അതാക്കാനും പറ്റില്ല. അപ്പം ലോകരാജ്യങ്ങൾ നിൽക്കുന്നു, യുണൈറ്റഡ് നേഷൻസ് പോലും നമ്മളോട് കൂടെയാണ് നിൽക്കുന്നതെന്നുള്ളത് മറക്കണ്ട. അപ്പോൾ ആരും തീവ്രവാദത്തിന് ഇനി സപ്പോർട്ട് ചെയ്യാനൊന്നും ലോകത്തിലെ ബാക്കി ആരെ കിട്ടൂല. ഈവൻ GCC കൺട്രീസ് വരെ നമ്മളെ കൂടെ നിൽക്കുക. കാരണം അവർക്കും അറിയാം. കാരണം അവരെല്ലാം ചിന്തിക്കുന്നത് മതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൽ വഴിക്ക് പോകണം. ഇതെല്ലാം കയ്യിലാക്കി ഈ പാകിസ്ഥാനിൽ നടക്കുന്ന പോലെ സുന്നികളല്ലാത്തവരൊക്കെ അടിച്ച് നിരപ്പാക്കുന്ന ഒരു സമ്പ്രദായമൊക്കെ ഇന്ത്യയിലും തുടങ്ങുന്ന ഒരു ഇതാണ്. വഖഫിന് വേണ്ടി ബംഗ്ലാദേശിൽ എന്താ നടക്കുന്നത്? വഖഫ് ബില്ല് 2 ഹൗസിലും ലോക്സഭയിലും രാജ്യസഭയിലും പാസ്സായി. ഒന്നും പറയാനില്ല സുപ്രീം കോടതിയിൽ പോലും. ഇതെല്ലാം അന്വേഷണം ചെയ്തിട്ടാണ് ആ ബില്ല് പാസ്സായി. അതിന് പാവപ്പെട്ട ഹിന്ദുക്കളെ കൊല്ലുന്ന ഈ തീവ്രവാദികളോട് നമ്മൾ എന്താ പറയണ്ടേ? തീവ്രവാദത്തിന് മതമില്ല, ജാതിയില്ല. തീവ്രവാദി തന്നെയാണ്. തീവ്രവാദിക്ക് ഒരു മതമില്ല. ഡെവിൾസ് മൈൻഡ് എന്ന് പോലും അവരെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഡെവിലിന് പോലും അതിൻ്റെതായ ഭംഗിയുണ്ട്. ഇവർ തീവ്രവാദം എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് ഭഗവത്ഗീതയിൽ പറഞ്ഞ പോലെ കൃഷ്ണനും അർജുനനും ശ്രീരാമനും ഒക്കെ വധിച്ചു കളഞ്ഞ തീവ്രവാദികൾ, രാഷ്ട്രദ്രോഹികളെ അതിൻ്റെ പുനർജന്മമാണ് ഈ തീവ്രവാദികൾ. ഈ ഇസ്ലാമിക് തീവ്രവാദികൾ എന്ന് പറഞ്ഞു വരുന്ന ഈ തീവ്രവാദികൾ അവരുടെ ജന്മമാണ്. അതുകൊണ്ട് ഇവരെയൊന്നും നമുക്ക് എന്താ പറയുക, ഔട്ട് ഓഫ് കൺട്രോളായിട്ട് നിൽക്കുകയാണ്. പക്ഷെ ഇന്ന് രാജ്യം ഏറ്റവും ശക്തിയും ആത്മീയതയുള്ള ഒരു നേതാവിൻ്റെ കയ്യിലാണ്. അതുപോലത്തെ കുറേ നേതാക്കന്മാരും അതിൻ്റെ പിന്നിലുണ്ടെന്ന് മറക്കണ്ട. ആരെന്ത് വന്ന് തെറി വിളിച്ചാലും എൻ്റെ സ്വാതന്ത്ര്യത്തിൽ ആർക്കും ഇടപെടാനോ എനിക്ക് ആരാണെന്ന് പറയാനോ ഒന്നും എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. എന്നും രാഷ്ട്രത്തിനൊപ്പം ജയ് ഹിന്ദ്, ജയ് ഭാരത്.